ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിഹ്നം നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് CPM എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അഭിപ്രായപ്പെട്ടു. പൊന്നാനി നിയോജക മണ്ഡലം UDYF കമ്മിറ്റി ഇന്ത്യക്കായി ഒന്നിക്കാം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച യൂത്ത് ഇന്ത്യ യുവസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യ താൽപര്യത്തിനപ്പുറം പാർട്ടി താൽപര്യവും ചിഹ്നത്തിന്റെ സംരക്ഷണവും മാത്രം ലക്ഷ്യമിടുന്ന CPMന് ഈനാമ്പേച്ചിയും മരപ്പട്ടിയുമൊക്കെ ചിഹ്നമായി മാറുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MP അബ്ദുസമ്മദ് സമദാനി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരം നൽകുമെന്നും നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെ ജനങ്ങൾ താഴെയിറക്കി ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരമേൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് രാജ്യത്ത് ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങാറുള്ളത്. എന്നാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട BJP രാഷ്ട്രീയ എതിരാളികളെ തങ്ങളുടെ അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്ന സുപ്രീം കോടതി വിധി ആം ആദ്മിയുടെ ഒരു MP സഞ്ജയ് സിംഗിനെ കഴിഞ്ഞ 6 മാസക്കാലമായി തടവറയിൽ വെച്ചിരിക്കുകയായിരുന്നു. ജാമ്യാപേക്ഷ എതിർത്തപ്പോൾ കോടതി ചോദിച്ചത്, എന്തിനാണ് ഈ മനുഷ്യനെ നിങ്ങൾ തടവറയിൽ വെച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ്. ആ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമുട്ടിയ ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഒടുവിൽ ജാമ്യാപേക്ഷയെ നിരസിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകുകയും സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് BJPക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ നമുക്കറിയാം 80 പാർലമെന്റ് സീറ്റുണ്ട്. കേരളത്തിൽ 20 സീറ്റാണെങ്കിൽ ഉത്തർപ്രദേശിൽ 80 പാർലമെന്റ് സീറ്റ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 62 സീറ്റ് കിട്ടി. UPയിലെ മഹാഭൂരിപക്ഷം സീറ്റ് നേടി അവിടെ ജയിച്ചത് BJPയാണ്. പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷബീർ BM അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ CP ബാവഹാജി, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ, ജില്ലാ സെക്രട്ടറി KC ഷിഹാബ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ റാസിൽ KP, ER ലിജേഷ് എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.